ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കഥ കേട്ടാലോ? ശ്യാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിഖിലിന് മനസ്സിലായിരുന്നു. അവൻ മിററിലൂടെ പിന്നിലിരിക്കുന്ന ഫർസാനയെ നോക്കി. അവളുടെ മുഖത്ത് പേടി നിറഞ്ഞ ഒരു ഭാവമായിരുന്നു. അവൻ കണ്ണാടിയിലൂടെ അവളെ നോക്കി. ഫർസാന തങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫസർ, 34 വയസ്സുള്ള ഉമ്മച്ചിപ്പെണ്ണ്, 2 കുട്ടികളുടെ അമ്മയാണെങ്കിലും സ്ലിം ബ്യൂട്ടി. ഇവൾ കോളേജിലെത്തിയ കാലം മുതൽ കൊതിച്ചതാണിവളെ. അത് ഈ ദിവസം ഇന്നെന്തായാലും സാധിച്ചു. താങ്ക്സ് ടു സിജി, ഞങ്ങളുടെ ബയോളജി പ്രൊഫസർ. ശ്യാം ഫർസാനയുടെ തോളിലൂടെ കൈയിട്ടു. അവളെ നോക്കി ചിരിച്ചു. ഫർസാനയുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. സൺഡേ നൈറ്റിലെ ഇറുകിപ്പോകുന്ന ട്രാഫിക് കുരുക്കിലൂടെ നിഖിൽ വണ്ടി ഓടിച്ചു. റോഡിലേക്കാളും അവൻ്റെ ശ്രദ്ധ കണ്ണാടിയിലൂടെ പുറകിലേക്കായിരുന്നു. ശ്യാം തോളിലിരുന്ന അവൻ്റെ കൈ അമർത്തി. ഫർസാനയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് നിഖിലിന് മിററിലൂടെ കാണാമായിരുന്നു. ശ്യാം അവളുടെ കവളിൽ തലോടി. എത്ര നാളായി കൊതിച്ചതാണ് മോളെ നിന്നെ. നിന്റെ ആ വീഡിയോ കിട്ടിയ അന്ന് മുതൽ അടിമയായി ഞങ്ങൾ. ഫർസാനയുടെ കണ്ണുകൾ കണ്ണാടിയിലൂടെ തെളിയുന്ന മുഖത്തായിരുന്നു. പിറകിൽ നടക്കുന്ന കലാപരിപാടി കണ്ട് നിഖിലിന് ഡ്രൈവിങ്ങിലെ ശ്രദ്ധ തെറ്റി. പെട്ടെന്ന് വണ്ടി അവൻ്റെ കയ്യിൽ നിന്നൊന്ന് വെട്ടി. ശ്യാം, എടാ സൂക്ഷിച്ച്, പതിയെ പോയാൽ മതി. ടേക്ക് യുവർ ഓൺ ടൈം. ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകില്ല ഇവളെ. എന്നാ മൊഞ്ചത്തെയാണടാ ഇവൾ. നിഖിലേ, സിജിയോട് നന്ദി പറയണം. അവൾ രഹസ്യമായി എടുത്തു തന്ന ഇവളുടെ ആ കുളിക്കുന്നതും പിന്നെ മറ്റേ വീഡിയോ ഇല്ലേ, ഈ മുതൽ നമുക്ക് വെറും സ്വപ്നം മാത്രമായി പോയേനെ അതില്ലായിരുന്നെങ്കിൽ. നിഖിൽ, അത് നിനക്കിപ്പോഴാണോ മനസ്സിലായത്? നമ്മുടെ ഫർസാന മിസ്സിൻ്റെ മൊഞ്ച് ആ കോളേജിൽ വേറെ ആർക്കുമില്ല. തൻ്റെ സൗന്ദര്യത്തെ പൊക്കി പറയുന്നത് കേട്ട് അവൾ സീറ്റിലൊന്ന് ഞെളിഞ്ഞിരുന്നു. മിററിലൂടെ അവളുടെ പാൽപുഞ്ചിരി നിഖിൽ കണ്ടു. പ്രശംസ അവൾ കേട്ടു എന്ന് മനസ്സിലായി. നിഖിൽ വീണ്ടും, കണ്ടോടാ ശ്യാമേ, പുഞ്ചിരിക്കുന്ന ഫർസാന മിസ്സിൻ്റെ മുഖം 14-ാം രാവിലെ മൊഞ്ചത്തി ഹൂറിയെപ്പോലുണ്ട്. ശ്യാം അവളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവള് മിസ് വേൾഡ് അല്ലേടാ. ഫർസാന, മതി മതി എന്നെ കളിയാക്കിയത്. നേരെ നോക്കി വണ്ടി ഡ്രൈവ് ചെയ്യേ. നിഖിൽ മെയിൻ റോഡിൽ നിന്ന് ബൈ റോഡ് ഡൈവേർഷൻ എടുത്തു. വളരെ പതുക്കെയാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. മുഴുവൻ ശ്രദ്ധ സെൻറ്റർ മിററിലായിരുന്നു. ശ്യാം ഫർസാനയുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നത് കണ്ടു. നിഖിലിന് എന്തോ പോലൊക്കെ ആകുന്നുണ്ട്. അവന് പെട്ടെന്ന് ക്ലാസ്സിലെ അനുരാഘവൻ്റെ കാര്യം ഓർമ്മ വന്നു. എടാ ശ്യാമേ, നമ്മുടെ അനുവിൻ്റെ ഒരു കാര്യം പറയാൻ മറന്നു. എന്താടാ? ആ, ഫർസാന മിസ്സിൻ്റെ പ്രിയ ശിഷ്യയല്ലേ, മിസ്സും കൂടെ കേട്ടോ. രാഘവൻ നായരുടെയും ഗീതയുടെയും ഒറ്റ മകളാണ് അനു. അനുവിനെ പറ്റി പറഞ്ഞാൽ ആവശ്യത്തിന് ഉയരം, നല്ല നിറം, ചെറുതായി തള്ളി നിൽക്കുന്ന ഒതുങ്ങിയ അരക്കെട്ട്, കണ്ടാൽ ഏകദേശം സിനിമാ നടി മീനാക്ഷി ദിനേശിനെ പോലെ ഇരിക്കും. ശ്യാം, നീ എന്താ ആലോചിക്കുന്നേ? കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പറയടാ നിഖിലേ. എന്നാ ഞാൻ പറയാം, നീ ഒരു കഥ പോലെ കേട്ടോ. ഇവളുടെ വീടിനപ്പുറം താമസിക്കുന്നത് എൻ്റെ ചങ്ക. അവൻ ഇവളെ ഒരു നോട്ടമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് അവളെ വീട്ടിൽ വെച്ച് കണ്ടത്. എൻ്റെ കൂട്ടുകാരൻ അനു കാണാതെ അവളെ സീൻ പിടിക്കുന്ന മുറിയിലിരുന്ന് ഞാനൊന്ന് നോക്കി. അവളെ വ്യക്തമായി കാണാം. അവൾ ആരെയോ കാത്തിരിക്കുന്നു. നോക്കുമ്പോൾ നമ്മുടെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അർജുൻ. ശ്യാം, അവനോ? നിഖിൽ, അതേടാ, അവൻ എൻ്റെ ചങ്കാണെന്നറിയാലോ. അവൾ നോക്കിയിരിക്കുന്നത് അർജുനെയാണ്. കാരണം അവളുടെ അച്ഛൻ രാഘവൻ നായരും അമ്മ ഗീതയും ഒരു കല്യാണത്തിന് കോട്ടയം പോയതാണ്. ശ്യാം, അവളുടെ അമ്മ ഗീത ആൻഡ് ഒരു ഉഗ്രൻ ഐറ്റമാണല്ലേ. ഫർസാന, വഷളന്മാർ, അമ്മയുടെ പ്രായമുള്ള ആ സ്ത്രീയെങ്കിലും വെറുതെ വിട്. നിഖിൽ, അങ്ങനെ ഇതിന് പ്രായവ്യത്യാസമൊന്നുമില്ല മിസ്സേ, അവർക്ക് നല്ല എനക്കേടുണ്ട്.
ശ്യാം, അത് നമുക്ക് പിന്നീട് തീർത്തു കൊടുക്കാം. നീ ബാക്കി പറ. 2 വർഷമായി ഇരുവരും പ്രണയം തുടങ്ങിയിട്ട്. കോളേജിൽ ആരുമില്ലാത്തപ്പോൾ ലൈബ്രറിയിലും വരാന്തയിലുമൊക്കെ വെച്ച് കിസ്സുണ്ടായിട്ടുണ്ടെന്നൊഴിച്ചാൽ കാര്യമായി ഒന്നും നടന്നിട്ടില്ല. ഇത് അവൻ പറയുന്നത് കേട്ടതാണ്. അർജുൻ്റെ സകല കൺട്രോളും വിട്ടു നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടുന്നത്. ബൈക്ക് വരുന്ന സൗണ്ട് കേട്ടിട്ട് അനു ജനാലയിലൂടെ നോക്കിയപ്പോൾ അത് അർജുൻ തന്നെയാണ്. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നതും അവൻ ഓടി അകത്ത് കയറി. അവൻ നന്നായി നനഞ്ഞിരുന്നു. അവളാണെങ്കിൽ ഒരു വൈറ്റ് ടോപ്പും ഒരു സ്കേർട്ടുമായിരുന്നു വേഷം. അനു, നിന്നെ എത്ര നേരമായി വിളിക്കുന്നു, നീ എന്താ മൊബൈൽ എടുക്കാത്തത്? അർജുൻ, ഈ മഴ പെയ്യുമ്പോൾ ഞാൻ എങ്ങനെ മൊബൈൽ എടുക്കുന്ന പൊന്നെ? അവൻ അവൻ്റെ നനഞ്ഞ ടീഷർട്ട് ഊരിക്കളഞ്ഞു. അവൻ്റെ ഉറച്ച രോമങ്ങളില്ലാത്ത ശരീരത്തിൽ നോക്കിയപ്പോൾ അവളുടെ ഫേസൊക്കെ മാറുന്നുണ്ടായിരുന്നു. തള്ളയുടെ അല്ലേ മോൾ? അവൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ നനഞ്ഞ ദേഹമൊക്കെ ടവൽ കൊണ്ട് തുടച്ചു കൊടുത്തു. അവൻ അവളെ ചുവരിലേക്ക് ചേർത്ത് വെച്ചു. അവൾ അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവളിൽ നിന്നൊരു നെടുവീർപ്പുണ്ടായി. അതിനുശേഷം രണ്ടും കൂടെ ലിപ് കിസ്സിങ്. രണ്ടിനും ഭയങ്കര ആവേശം. പിന്നെ അവിടെ നടന്ന കലാകായിക പരിപാടികൾ നിഖിൽ വിവരിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവരുടെ ഒരു സംസാരം കയറി വന്നത് എനിക്കിഷ്ടമായില്ല. ഒരു തരം കൊഞ്ചൽ, എന്തോ ചുരിദാറിനെ പറ്റിയാണ്. അർജുൻ ചോദിക്കുന്നു, ആരും മേടിച്ചു തന്നതാടി ഈ മോഡേൺ ചുരിദാർ? അവനൊരു കള്ളച്ചിരിയോടെ അത് ചോദിച്ചു. അവൾക്ക് ആ ചോദ്യം ദേഷ്യം വന്നെങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എൻ്റെ കള്ളക്കാമുകം മേടിച്ചു തന്നതാടാ, നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? അർജുൻ, നിന്റെ ഭാവി കെട്ടിയവൻ ഇതൊക്കെ അറിയണ്ടേ? ഇതുമാത്രമാണോ, വേറെ എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? അനു, ജെട്ടി, ബ്രാ, അങ്ങനെ പലതും മേടിച്ചു തന്നത് മാത്രമല്ല, അവൻ അവൻ്റെ കൈകൊണ്ട് എനിക്കിട്ട് തന്നിട്ടാ പോയത്. അങ്ങനെ അവൾ പറയുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. അത് കേട്ടപ്പോൾ അവൻ്റെ സകല കൺട്രോളും പോയി. അവൾക്കവൻ ഇങ്ങനെ പറയുന്നത് ശീലമായി. ആദ്യമൊക്കെ ദേഷ്യപ്പെടുമെങ്കിലും ഇപ്പോൾ അവൾ ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി കൊടുത്തു തുടങ്ങി. പിന്നെ വീണ്ടും പ്രോഗ്രാം തുടങ്ങി. അവൾ കിൽമി എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ സൗണ്ട് കൊണ്ട് റൂം നിറഞ്ഞു. അവൻ അവളോട് ചോദിക്കുക, എൻ്റെ പൊന്നെ, നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? നിനക്കെന്തേലും ക്ലാസ് കിട്ടിയിട്ടുണ്ടോ ഇതിന്? അനു വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കള്ളക്കാമുകനാ ഇതൊക്കെ പഠിപ്പിച്ചേ. അർജുൻ, ആണോ? എന്നിട്ട് ഞാനാണോ അവനാണോ സൂപ്പർ? അനു, നിന്റെ ചെറുത്, അവൻ സൂപ്പറാണ്. കഴപ്പിൻ്റെ രസത്തിൽ അവൾ പറയുന്ന എന്താന്ന് പോലും അറിയാത്ത പോലായി. അത് കേട്ടതും അവന് സകല കൺട്രോളും പോയി. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും വേറെ ഏതോ ലോകത്തെന്ന പോലായി. പെട്ടെന്നായിരുന്നു കോളിംഗ് ബെൽ അടിച്ചത്. അവൾ ചാടിയിറങ്ങി. ശ്യാം പറഞ്ഞു, ഷോ, പരിപാടിയിൽ തടസ്സം നേരിട്ടല്ലോ. അവളെ തന്തപ്പടി തിരികെ വന്നതാണോ? നിഖിൽ, അല്ല, ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ശേഷം അവൾ അവനെ അവളുടെ മുറിയിലേക്ക് വിട്ടു. പറയാതെ തുറക്കരുതെന്നും പറഞ്ഞു. അവൾ അവളുടെ മുടി വാരി കെട്ടി. ഡോറ് തുറന്നതും അവൾ ചെറുതായി ഒന്ന് ഞെട്ടി. അത് അവളുടെ +2 ഒരുമിച്ച് പഠിച്ചതും അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുമായ ഫെബിനായിരുന്നു. ഫെബിനുമായി അനുവിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. +2 തീരാറാകുന്നതിന് 1 മന്ത് മുൻപ് ഫെബിൻ അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു. അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു. അവർ തമ്മിൽ ഒരു തവണ ആരുമില്ലാത്തപ്പോൾ ക്ലാസ് മുറിയിൽ വെച്ച് അവൻ അവളെ ചേർത്ത് നിർത്തി ഉമ്മ വെച്ചിരുന്നു. ശ്യാം, അത് നിന്നോട് ആര് പറഞ്ഞു? നിഖിൽ, എൻ്റെ ചങ്ക് മിഥുൻ, ഇവളുടെ അയൽവാസി. ശ്യാം ഫർസാനയെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയ സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? ഫർസാന ഒരു മൂളൽ പാസ്സാക്കി. പക്ഷേ +2 കഴിഞ്ഞ് ഫെബിൻ കാനഡയിൽ പോയ ശേഷം റിലേഷൻഷിപ്പ് തുടർന്നു പോയില്ല. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിരുന്നു.
അതിനുശേഷമാണ് അവൾ അർജുനുമായി അടുത്തത്. സത്യത്തിൽ ഫെബിൻ അവളുടെ ശരീരത്തിലെ മാത്രമായിരുന്നു വേണ്ടത്. രാവിലെ അവളുടെ അച്ഛനും അമ്മയും പോകുന്നതറിഞ്ഞ് അവൻ അവളെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി വന്നതായിരുന്നു. അവളിലെ ഏറ്റവും ടെൻഷൻ അവൾ അർജുനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഫെബിൻ അവളുടെ മറുപടിക്ക് നിൽക്കാതെ അകത്ത് കയറി. പെട്ടെന്നായതുകൊണ്ട് അവൾക്കത് തടുക്കാൻ സാധിച്ചില്ല. ഫെബിൻ, അനു, നീ എന്നെ കണ്ടിട്ടെന്താ പേടിച്ച് നിൽക്കുന്നേ? അനു, നീ എപ്പോൾ എത്തി? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഫെബിൻ, ഞാൻ വന്നിട്ട് 2 വീക്കായി. നിനക്കിപ്പോൾ എന്നെ ഒന്നും വേണ്ടല്ലോ. അനു, അതിന് നമ്മൾ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? ഇതെല്ലാം അർജുൻ വാതിലിൻ്റെ താക്കോൽ ഹോളിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിലോർത്തു, ഇവളിതൊന്നും മുൻപ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഇനി ഇവൾ കളിക്കിടയ്ക്ക് കള്ളക്കാമുകൻ്റെ കാര്യം പറഞ്ഞത് ഇവൻ്റെ ആണോ എന്ന്. അവൾ ഇതൊക്കെ അർജുൻ കേൾക്കുന്നുണ്ടെന്നോർത്ത് മനസ്സ് വിഷമിച്ചു. എങ്ങനെയെങ്കിലും ഇവനെ പെട്ടെന്ന് ഒഴിവാക്കാൻ മനസ്സ് വെമ്പി. ഫെബിൻ, നീ എന്തിനാ അനു ഇങ്ങനെ പേടിക്കുന്നേ? ഈ വീട്ടിൽ അതിന് വേറെ ആരും ഇല്ലല്ലോ. ആരുമില്ലെന്നറിഞ്ഞിട്ടാ ഇവൻ വന്നതെന്ന് ഓർത്തപ്പോൾ അവളുടെ മനസ്സ് വീണ്ടും പേടിച്ചു. നിനക്കെന്താ വേണ്ടത്? ഫെബിൻ, എനിക്ക് നിന്നോട് സംസാരിക്കണം. അനു, എനിക്കൊന്നും നിന്നോട് സംസാരിക്കാനില്ല. നമ്മളെല്ലാം അവസാനിപ്പിച്ചതല്ലേ. ഫെബിൻ, നീ എല്ലാം മറന്നോ? അന്ന് ക്ലാസ്സിൽ ഞാൻ നിന്നെ കിസ് ചെയ്തപ്പോൾ നിനക്ക് എന്നോട് എന്ത് ആവേശമായിരുന്നു. അർജുൻ ഇത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. അനു, നീ ഇപ്പോൾ ഇവിടുന്ന് പോണം. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനുമില്ല. അർജുൻ എന്തായാലും അവൾ വിളിക്കാതെ റൂമിൻ്റെ വെളിയിൽ വരാൻ തോന്നിയില്ല. ഇതെവിടെ വരെ പോകുമെന്ന് നോക്കാം എന്ന് തന്നെ വിചാരിച്ചു. അനു അവളുടെ കാമം അടങ്ങാത്ത ദേഷ്യത്തിലും അർജുൻ ഇതെല്ലാം അറിഞ്ഞു എന്ന ദേഷ്യത്തിലും ഫെബിനോട് ഇറങ്ങിപ്പോകാൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഫെബിൻ, നീ എന്തിനാ ഒച്ചയിടുന്നേ? എനിക്ക് നിന്നെ ഇപ്പോഴും പഴയ പോലെ ഇഷ്ടമാണ്. അനു, എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇനി പഴയ പോലെ കാണാൻ സാധിക്കില്ല. ഫെബിൻ, നീ വേറെ ആരെ വേണേലും പ്രേമിച്ചോ, പക്ഷേ നീ എന്നെയും ഇഷ്ടപ്പെടണം. അവൾക്ക് ദേഷ്യം വന്നു. ദേഷ്യം പുറത്ത് കാണിക്കാതെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടി ഒന്ന് മയത്തിൽ അവൾ പറഞ്ഞു, നീ ഇപ്പോൾ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഫെബിൻ, ഇതുപോലെ അവസരം ഇനി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഒച്ച വെച്ച് ആരെയും വിളിച്ചാൽ അർജുനെ കൂട്ടി നാട്ടുകാർ കാണും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശക്തിയായി എതിർക്കാൻ തുടങ്ങി. അവന് വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവൾ അവനെ സോപ്പിട്ട് ഫെബിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. കുറേ കഴിഞ്ഞ് അർജുനും ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ശ്യാം, എന്നാലും അവൾ ലവനെ എന്ത് പറഞ്ഞാവും പറഞ്ഞു വിട്ടത്? നിഖിൽ, അവന് പിന്നീട് കൊടുക്കുക എന്ന് പറഞ്ഞ് സോപ്പിട്ട് കാണും. അർജുനെ നമുക്കറിയാലോ, അവന് ദിവ്യ പ്രേമമൊന്നും ആയിരിക്കില്ല. ശ്യാം, എന്നാൽ നമുക്ക് അവളെ കൂടി ഒന്ന് സ്കെച്ചിട്ടാലോ അളിയാ? നിഖിൽ, വരട്ടെ, സമയമുണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാവാം ബാക്കി. ഫർസാന ഒരു ചിരി പാസ്സാക്കി. നിഖിൽ, ടീച്ചറെ, ഞങ്ങൾക്ക് കുറച്ചുനാൾ വേണം. പിന്നെ കെട്ടിയോൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഡാ ശ്യാമേ, സിജിയുടെ 2ാമത്തെ മോൾ നിൻ്റെയാണ്. പക്ഷേ ഇതെനിക്ക് വേണം കേട്ടോ. ശ്യാം ഓക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഫർസാന സ്തംഭിച്ചിരുന്നു. സിജിയും ഇവരുടെ ടീച്ചറാണ്. സിജിയുടെ 2ാമത്തെ കുഞ്ഞിൻ്റെ അച്ഛൻ ശ്യാം എന്ന സിജിയുടെയും തൻ്റെയും വിദ്യാർത്ഥി. തൻ്റെ 3ാമത്തെ കുഞ്ഞിൻ്റെ അച്ഛനാവാൻ നിഖിൽ തയ്യാറെടുക്കുന്നു. ഇനി ഇതിൽ നിന്ന് തനിക്ക് രക്ഷയില്ല. ശ്യാം ഫർസാനയെ നോക്കി ചിരിച്ചു. കാർ മുൻപോട്ട് നീങ്ങി. നിഖിൽ മിററിലൂടെ ഫർസാനയെ നോക്കി. അവൾ ശ്യാമിൻ്റെ തോളിൽ മുഖം ചേർത്ത് കിടന്ന് മൂളുകയാണ്. നിഖിൽ കാർ പല ഇടവഴിയിലൂടെ ഓടിക്കുകയാണ്. കാർ ഒരു കട്ടറിൽ വീണു. അവരുടെ തല ചെറുതായി ഒന്ന് കൂട്ടിമുട്ടി. കണ്ണാടിയിലൂടെ അവൾ നിഖിലിനെ നോക്കിയൊന്ന് ചിരിച്ചു. നമ്മൾ എത്തി, നിഖിൽ പറഞ്ഞു. മൂവരും നിഖിലിൻ്റെ ആൾപ്പാർപ്പില്ലാത്ത പഴയ തറവാടിൻ്റെ മുന്നിലാണ് എത്തിയത്.
ഡ്രസ്സ് നേരെയാക്കാൻ ശ്രമിച്ച ഫർസാനയെ പിടിച്ചു നിർത്തി അവളെ തട്ടമിടിയിച്ച് തറവാടിന് മുൻപിൽ നിർത്തി ഇരുവരും അവളുടെ തോളിൽ കയറ്റി നിന്ന് തങ്ങളുടെ ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തി. നിഖിൽ: ശ്യാമേ, കറക്റ്റ് നമ്മുടെ ഹിന്ദി സീരിയൽ നടി മൗനി റോയുടെ കട്ടുണ്ടല്ലേ ഇവൾക്ക്? ശ്യാം: അതെ, അതല്ലേ ഇവളെ നീ സ്കെച്ചിട്ടത്. നമ്മുടെ ഭാഗ്യത്തിന് ഇവൾ താമസിക്കാൻ ചെന്നത് നമ്മുടെ സിജിയുടെ വീട്ടിലും. ഇത്രയും നാൾ നീ എൻ്റെ പെണ്ണിനെ കൊണ്ടു നടന്നതല്ലേ. കുറച്ച് ദിവസം ഇവളെ ഞാൻ മുതലാക്കും, അത് കഴിഞ്ഞ് നീ. നിഖിൽ ഓക്കെ പറഞ്ഞു. ശ്യാം: ഇവിടെ നിനക്കും സിജിക്കും വസ്ത്രങ്ങൾ പോലും ആവശ്യമില്ല. പിന്നെ ഇത് ഇവൻ്റെ ഉടമസ്ഥതയിലുള്ള 30 ഹെക്ടർ ഭൂമിയാണ്. ഈ വീടിന് 1/2 കിലോമീറ്റർ ഏരിയയിൽ ജനവാസമില്ല. നിന്നെ ഈ മുറ്റത്തിട്ട് പട്ടാപ്പകൽ എന്ത് ചെയ്താലും ആരും അത് കാണില്ല. ശ്യാം: ഡാളിയ, ഒരു റൗണ്ട് കൂടി ഞാൻ ഇവളെ കൊണ്ടുപോകുക. നിഖിൽ: ഓക്കെ മച്ചു, ഒരാഴ്ചയുണ്ടല്ലോ. നമുക്കിവൾ സിജിയുടെ വീട്ടിലല്ലേ, അതുകൊണ്ട് ഇവളുടെ വീട്ടിലും അറിയില്ല. ഇത് കേട്ടതും ശ്യാം ഫർസാനെ എടുത്തുകൊണ്ട് തറവാടിന് പിന്നിലുള്ള കുളക്കടവിലേക്ക് നടന്നു. കുളക്കടവിലെത്തിയ ഫർസാനയെ തൻ്റെ പ്രൈവറ്റ് ഫോണിൽ പകർത്തുകയായിരുന്നു ശ്യാം. ഹായ് ഗൈസ്, ഒരു സ്ത്രീ ശബ്ദം. അത് സിജി ആയിരുന്നു, അവരുടെ ബയോളജി പ്രൊഫസർ. ശ്യാം: ഹായ് സിജി, മൈ ഡാർലിംഗ്. സിജി: ഇതെന്താ ശ്യാം ഇവളുമായി? ശ്യാം: സോറി കാമുകി, ഇവളെ കണ്ടതു മുതൽ അവൻ നിന്നെ പൂശുകയല്ലേ. ആ കടം വീട്ടുകയാണ്, അവൻ്റെ പെണ്ണിനെ പൂശ. സിജി: ഫർസു എങ്ങനുണ്ട്? എൻ്റെ ഇച്ഛായൻ. ഫർസാന തല താഴ്ത്തി. സിജി 35 വയസ്സ്, നമ്മുടെ സീരിയൽ നടി ഗായത്രി അരുണിനെ പോലെ. പെട്ടെന്ന് ഫർസാനയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അത് അവളുടെ ഭർത്താവ് ഫൈസലായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോഴേക്കും ശ്യാം കൽപ്പടവിൽ മലർന്നു കിടന്നു. സിജി അവൻ്റെ ഇടതുവശത്തായി ഇരുന്നു കൊണ്ട് ഫർസാനയെ നോക്കി. സിജി: എന്താ, എന്തു പറ്റി? ഫർസാന: ഫൈസലിക്കയാണ്. ശ്യാം: അറ്റൻഡ് ചെയ്ത് സംസാരിക്കൂ. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഇക്ക. ആ മോളെ, എന്താ ഇക്ക വിശേഷിച്ച്? ഫൈസൽ: ദിവസം 5-6 തവണ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന നീ ഇപ്പോൾ വിളിക്കാറേയില്ല. ഫർസാന: അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരി അവളുള്ളതുകൊണ്ട് കൂടുതൽ സമയവും അവളുടെ കൂടെ ഇരുന്ന് ലാത്തി വയ്ക്കും. ഫൈസൽ: നീ ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. ഇക്ക കഴിച്ചോ? കഴിച്ചു. ആ, എന്താ കേട്ടില്ല? ഫർസാന: എന്താ ഇക്ക, എന്ത് പറ്റി? ഫൈസൽ: അതേ മോളെ, ഞാൻ വർക്കിലാണിപ്പോൾ, അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഫർസാന: ശരി ഇക്ക. അവൾ ഫോൺ വെച്ച് തിരിയുമ്പോൾ ശ്യാമിന് സഹായം ചെയ്യുന്ന സിജിയാണ് കണ്ടത്. അവൾ മെല്ലെ ബെഡിൻ്റെ ഒരറ്റത്തായിട്ടിരുന്നു. ശ്യാം: എന്താ വിശേഷിച്ച്? ഫർസാന: ഒന്നുമില്ല. സിജി: പുള്ളിക്കാരൻ ഇപ്പോൾ എങ്ങാനും വരുമോ? ഫർസാന: ഇപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു. സിജി: അപ്പോൾ തിരക്കിലാണ് കക്ഷിയല്ലേ? ഫർസാന: അതെ. സിജി: കല്യാണം കഴിഞ്ഞ് കെട്ടിയോൻ അടുത്തില്ലെങ്കിലുള്ള നിൻ്റെ അവസ്ഥ തന്നെയല്ലേ എനിക്കും. ശ്യാം: നിങ്ങൾക്ക് ഞങ്ങളില്ലേ? ഫർസാന തല താഴ്ത്തിപ്പിടിച്ച് കൽപ്പടവിലിരുന്നു. പെട്ടെന്ന് ശ്യാം അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. എന്താടോ പെട്ടെന്നങ്ങ് മുഖം വല്ലാതെ ആയത്? ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? ഫർസാന: അങ്ങനെയൊന്നുമില്ല. ശ്യാം: എനിക്കറിയാം താൻ തൻ്റെ ഹസ്ബൻഡിനെ എന്തുമാത്രം മിസ് ചെയ്യുന്നുവെന്ന്, സത്യമല്ലേ? ഫർസാന മൂളി. ശ്യാം അവൻ്റെ കൈ മെല്ലെ അവളുടെ പുറത്തു കൂടി തഴുകി. ശ്യാം പറഞ്ഞു: താനിങ്ങനെ ചത്തിരിക്കാതെ ഞങ്ങളുണ്ട് കൂടെ. ശ്യാം മെല്ലെ അവളുടെ കവിളിൽ തലോടി. അയാളുടെ സ്പർശമേറ്റപ്പോൾ അവൾ ഒരു തൂണുപോലെ നിശ്ചലമായി നിന്നു. എന്തോ ഒന്ന് അവൾക്ക് കിട്ടിയതുപോലെ, അവളിൽ എന്തൊക്കെയോ ഉണരുന്നതുപോലെ. പെണ്ണിന് ചെറിയ മാറ്റമുണ്ടായെന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്യാം മെല്ലെ അവളുടെ കഴുത്തിലൊക്കെ വിരൽ കൊണ്ട് തടവി. എന്നിട്ട് കൽപ്പടവിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. സിജി മെല്ലെ അവളുടെ വലതുവശത്ത് വന്നു. അവളെ കൽപ്പടവിന് മുകളിലുള്ള കോൺക്രീറ്റ് തറയുടെ ഭാഗത്തേക്ക് തെള്ളി മാറ്റി. എന്നിട്ട് സിജി ഇടത് സൈഡിലായിരുന്നു, വലത് സൈഡിൽ ശ്യാമും. സിജി വേണ്ട സഹായങ്ങൾ തുടർന്നു.
അവളിലെ സ്ത്രീ പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞുവെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ശ്യാം മെല്ലെ അവളുടെ കവിളിൽ ചുംബിച്ചു. ആദ്യമായി ഒരു അന്യപുരുഷ ചുംബനം അവൾ അയാളിൽ നിന്ന് ഏറ്റുവാങ്ങി. പിന്നെ അവിടെ നടന്നത് ഒരു കൂത്തായിരുന്നു. സിജിയുടെ സഹായവും കൂടിയും ശ്യാമിൻ്റെ അധ്വാനവും കൂടെ ആയപ്പോൾ ഫർസാന പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായി. അവൻ അവളുടെ തലയിലെ തട്ടം മുറി മാറ്റി. നല്ല ഫീലിങ്സ് തലയ്ക്ക് പിടിച്ചിരുന്നത് കൊണ്ട് ഫർസാന എല്ലാം എൻജോയ് ചെയ്യുകയായിരുന്നു. എങ്കിലും മറുവശത്ത് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഇടയ്ക്ക് പകച്ചു നിന്നു. സിജി, ഒന്നും വിചാരിക്കേണ്ട, നിന്റെ ഇക്ക ആണെന്ന് കരുതി നീ എൻജോയ് ചെയ്യുമോളെ. മനസ്സിൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഫീലിങ്സിന് മുൻപിൽ അവൾ അടിയറവ് പറഞ്ഞു. അവരുമായി എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായി സഹകരിച്ചു. എല്ലാത്തിനും സപ്പോർട്ടായി നിന്ന സിജി പൂർണ്ണ നിയന്ത്രണം തൻ്റെ രഹസ്യ കാമുകനും സ്റ്റുഡൻറ്റും തൻ്റെ മകളുടെ അച്ഛനുമായ ശ്യാമിന് നൽകിയ ശേഷം അവരുടെ വലതുവശത്തുള്ള കൽപ്പടവിൽ വന്നിരുന്നു. മുൻപിൽ ഫർസാനയുടെയും തൻ്റെയും സ്റ്റുഡൻ്റായ ശ്യാമും, സ്റ്റുഡൻറ്റ് മാത്രമല്ലല്ലോ, തൻ്റെ കാമുകനും തൻ്റെ മകളുടെ അച്ഛനുമായ ശ്യാമിൻ്റെ കൂടെ തൻ്റെ സഹപ്രവർത്തകയായ ഫർസാനയും. കുറച്ചു നേരം ഗാലറിയിലിരുന്ന് ഗ്രൗണ്ടിലെ മാച്ച് കണ്ടു. ഫൈസലേക്ക് പോയി കഴിഞ്ഞ് ആദ്യമായാണ് അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. സിജി, എങ്ങനെയുണ്ടായിരുന്നു? ഫർസാന വെറുതെ ഒന്ന് മൂളി. പറ പെണ്ണെ, ഇഷ്ടമായോ? ശ്യാം, പറ ടീച്ചറെ. ഫർസാന, ആയി. ശ്യാം, ടീച്ചർ പേടിക്കണ്ട, നിങ്ങളുടെ ഭർത്താക്കന്മാർ വരും വരെ ഞാനും നിഖിലും രണ്ടാളുടെയും കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. ഫർസാന സിജിയെ നോക്കി. സിജി, എനിക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ ലീനമോളുടെ അപ്പം പറയുന്നത് പോലെ. ശ്യാം, ടീച്ചറെ മറക്കണ്ട, ഫർസു ടീച്ചറിനെ കാത്ത് മൂന്നാമത്തെ ഒരാളുണ്ട്. സിജി, എന്താ പെണ്ണെ, ഇക്ക ഉടൻ വല്ലതും എത്തുമോ? ഫർസാന, 3 മാസം കഴിഞ്ഞ്. സിജി, ടിക്കറ്റ് റെഡിയായി കഴിയുമ്പോൾ വേണം നിഖിലിന് പാടത്ത് വിത്തിറക്കാൻ. ഒരാഴ്ച നീ ശരിക്കും ഒന്ന് പണിയെടുക്കണം. ആദ്യത്തെ അന്യപുരുഷ അനുഭവം കഴിഞ്ഞ് അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. ബെഡിൽ കുത്തിയിരുന്നു കൊണ്ട് അവൾ മൊബൈൽ ഗാലറിയിലെ തൻ്റെ കല്യാണ ഫോട്ടോയിലേക്ക് നോക്കി. അവളുടെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി. അവൾ ആ ഫോട്ടോയിൽ നോക്കി സംസാരിച്ചു. ഇക്ക, ഞാൻ പെട്ടുപോയി, സാഹചര്യം മൂലം ഇങ്ങനെയായി. അവൾ അത് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞു. കണ്ണ് തുടച്ചുകൊണ്ട് അവൾ ബാത്റൂമിൽ പോയി മുഖം നന്നായി ഒന്ന് കഴുകി. വല്ലാതെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മഴയ്ക്കുള്ള എല്ലാ ലക്ഷണവും പ്രകൃതി കാണിക്കുന്നു എന്നതുപോലെ തോന്നുന്നു. അവൾ അടുത്ത റൂമിൽ നിന്ന് ഉയരുന്ന സിജിയുടെ ചില ശബ്ദങ്ങൾ കേട്ടു. വാതിൽ പഴുതിലൂടെ സൂക്ഷിച്ചു നോക്കിയ ഫർസാന കാണുന്നത് സിജിയും നിഖിലുമായുള്ള കലാപരിപാടികളാണ്. കണ്ണുനീർ ഒഴുകി മുഖം കഴുകി വന്ന ഫർസാനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി അപ്പോൾ ഉണ്ടായി. അറിയാതെ അവളുടെ മനസ്സ് വീണ്ടും പാളം തെറ്റാനായി തുടങ്ങി. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ അങ്ങനെയാണ്, കാമം കാരണം മറന്നുപോകും. ഫർസുവിനും അതുതന്നെയാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ, എത്ര ഭയമുള്ള സ്ഥലമാണെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ അവിടെ പോയി നമുക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ട് വരും. അതുപോലെ പെണ്ണും അന്യപുരുഷനുമായി ഒരവസരം വന്നു കിട്ടിയാൽ ആദ്യമൊക്കെ വല്ലാത്ത ഭയമായിരിക്കും. എന്നാൽ ഒരു തവണ ചെയ്താൽ പിന്നെയും അത് തേടിപ്പോകും. അതിലെ പ്രശ്നങ്ങളെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് സ്വയം മനസ്സിൽ ഉറപ്പിക്കും. അവിടെയാണ് ഇതിൻ്റെയൊക്കെ വിജയവും. ഫർസാനയെ പൂർണ്ണമായി ഫീലിങ്സ് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ നടക്കുന്നതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് സ്വയം ശരീരം ചൂടുപിടിച്ച് വരുവാൻ തുടങ്ങി. പെട്ടെന്ന് റൂമിൽ തൻ്റെ ഫോൺ ബെൽ ചെയ്യുവാൻ തുടങ്ങി. അവളുടെ ശ്രദ്ധ റൂമിലെ മേശമുകളിലിരിക്കുന്ന ഫോണിലേക്ക് മാറി. പെട്ടെന്ന് അവൾ അങ്ങോട്ട് ചെന്ന് സ്ക്രീനിലേക്ക് നോക്കി. അതിൽ ഫൈസലിക്ക എന്ന് എഴുതിയിരിക്കുന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹായ് ഇക്ക. ഹായ്, നീ എവിടെയാണ്? അനക്കമൊന്നും ഇല്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ സിജി ഉള്ളത് കൊണ്ട് സമയം പോകുന്നു. ഓ, കൂട്ടുകാരിയെ കിട്ടിയപ്പോൾ നമ്മളെയൊക്കെ മറന്നു അല്ലേ? ഫർസാന, അച്ചോടാ വാവേ. ഫൈസൽ, എന്തേ? ഫർസാന, അല്ല, സ്നേഹമുണ്ടോ എന്ന് എനിക്ക് ഒന്ന് അറിയണമല്ലോ. എപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിക്കണം അല്ലേ? ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കുക. ഫൈസൽ, അതെ, കല്യാണം കഴിഞ്ഞ് ഭാര്യമാർ വേണം ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ.
ഫർസാന: ആണോ? എന്നാ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് നിൽക്ക്. വന്നാ ഞാൻ നോക്കിക്കൊള്ളാം വേണ്ട വിധത്തിൽ. ഫൈസൽ: അതെങ്ങനെയാണ് മോളെ? അതാദ്യം നാട്ടിൽ വാ, അപ്പോൾ പറയാം. ഫൈസൽ: നീ നല്ല മൂഡിലാണല്ലോ. അതെ, നല്ല മൂഡിലാണ്. ഇപ്പോൾ ഇയാൾ അടുത്തുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഓ എൻ്റെ പൊന്നോ, കേൾക്കുമ്പോൾ തന്നെ ഫ്ലൈറ്റ് കയറി അങ്ങ് വരാൻ തോന്നുന്നു. വാ, വേഗം വാ, എനിക്ക് വേണം ഇപ്പോൾ. ഫൈസൽ: വരാം മോളെ, ഇക്ക വരാം. അല്ല, ഇത്രയും മൂഡാകാൻ അവിടെ എന്ത് മാജിക്കാണ് സംഭവിച്ചത്? ഫർസാന: ഇന്നൊരു വീഡിയോ കണ്ടു. ആഹാ, എന്നിട്ട്? കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആണ് കോള് വന്നത്. ഫൈസൽ: ഞാൻ വേഗം ലീവ് റെഡിയാക്കി വരാം. നീ കഴിച്ചോ? കഴിച്ചു. ഇക്കായോ? ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ബൈ, ഞാൻ നാളെ വിളിക്കാം. നിനക്ക് എന്നെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ? ഞാനില്ലാതെ നീ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ 2 മാസത്തിനുള്ളിൽ എത്തും. ഫൈസൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി. സത്യത്തിൽ അവൾ ആ ചതി കാണിച്ചില്ലേ ഫൈസലിനോട്? പെട്ടെന്ന് ഫർസാന സ്വബോധത്തിൽ തിരിച്ചു വന്നു. അവൾ ബെഡിൽ തന്നെ കുത്തിയിരുന്നു. മൊബൈൽ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് തൻ്റെ ദുർവിധി ആലോചിച്ച് സ്വയം ശപിച്ചു. പെട്ടെന്നാണ് അവളുടെ മൊബൈലിലേക്ക് വീഡിയോ കോൾ വരുന്നത് ശ്രദ്ധിച്ചത്. അവൾ തല ചെരിച്ച് നോക്കി. ബെഡിൽ കിടന്ന് റിങ് ചെയ്യുന്നതും വാട്സപ്പ് കോളും ആയതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഫോൺ കയ്യിലെടുത്ത് ലോക്ക് മാറ്റിയപ്പോൾ അത് സിജിയാണെന്ന് മനസ്സിലായി. ഇവളുടെ പരിപാടി കഴിഞ്ഞോ എന്ന് ഫർസാന മനസ്സിൽ വിചാരിച്ചു. ഫർസാന: ഹലോ സിജി, നീ ഇപ്പുറത്തെ റൂമിലേക്ക് വാ, ഒന്നുകൂടെ കൂടാ. ഫർസാന: എപ്പോഴും ശരിയാകില്ല, ഉച്ചയ്ക്ക് കഴിഞ്ഞതല്ലേ. സിജി: അതിനെന്താ, കുഴപ്പമില്ല, നീ വാ, നമുക്ക് പൊളിക്കാം. വേണ്ട, നാളെ ആവട്ടെ. പറ്റില്ല, വാ. ഫർസാന ഓക്കെ പറഞ്ഞു. ഫർസാന റൂമിൽ നിന്നിറങ്ങി സിജിയും നിഖിലുമുള്ള റൂമിലെത്തി. സിജി, നീ വാ എന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് പിടിച്ച് കയറ്റി കതകിനെ കുറ്റിയിട്ടു. നേരെ അവളെ കൂട്ടി മുകളിലേക്ക് നടന്നു. അകത്ത് ശ്യാമും നിഖിലും കട്ടിലിൽ കിടക്കുന്നു. ഫർസാനയെ കണ്ടതും ശ്യാം: ആഹാ, ആളെത്തിയോ? വാ വാ. സിജി: ഞാൻ പറഞ്ഞില്ലേ അവൾ വരുമെന്ന്. ഫർസാന മുഖത്തൊരു നാണം വരുത്തി ഒന്ന് ചിരിച്ചു. സിജി: പിന്നെ നമുക്ക് ഇന്നത്തെ പണി ഒന്ന് കൊഴുപ്പാക്കിയാലോ? ഫർസാന അവളുടെ മുഖത്തേക്ക് നോക്കി. സിജി: നീ നോക്കേണ്ട കാര്യം പറയാം പെണ്ണെ. ഇന്ന് രാത്രി നീ ശ്യാമിൻ്റെ പെണ്ണായിട്ട് ഓക്കെയാണോ? ഫർസാന: മനസ്സിലായില്ല. സിജി: ഞാനിതിലില്ല, നീയും അച്ചായനും മാത്രം. അപ്പോൾ നീ എവിടെ പോകുന്നു? ശ്യാം: അവളുടെ ആൾ നിഖിലാണ്. ഈ ആഴ്ച ടീച്ചർക്ക് ഞാനും. ഫർസാന മൂളി. ശ്യാം: ഒരാഴ്ച കഴിഞ്ഞ് ടീച്ചർ ഇവന് മാത്രം സ്വന്തം. ഫർസാന പിന്നെയും ഒന്നുകൂടെ മൂളി. സിജി: നീ പേടിക്കണ്ട, നിന്റെ ഇക്ക എത്തും വരെ പേടിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല. ഫർസാന പിന്നെയും മൂളി. നിഖിൽ: ഡാ, ഒരാഴ്ച കൊണ്ട് എല്ലാം പഠിപ്പിച്ച് എൻ്റെ പെണ്ണിനെ ഇങ്ങ് തരണം. വാ സിജി മിസ്സേ. സിജി: ഞാനും നിഖിലും അപ്പുറത്തെ മുറിയിൽ. നിഖിലിന് ചില ടോപ്പിക്സിൽ ഡൗട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്യൂ. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ? ഫർസാന ഒന്ന് ചിരിച്ചു. സിജി നിഖിലിനെ നോക്കി. നിന്റെ 3ാമത്തെ കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകുന്ന ഇവനും പൊളിയാ. എന്നാ ശരി ചായ, ഓൾ ദി ബെസ്റ്റ്. ശ്യാം ഓക്കെ പറഞ്ഞു. സിജിയും നിഖിലും അടുത്ത മുറിയിലേക്ക് പോയി. ശ്യാം: അതെ, ടീച്ചർക്ക് പേടിയുണ്ടോ? നല്ല പോലെയുണ്ട്. എന്തിന്? ഞങ്ങളില്ലേ കൂടെ. അതെ, നമുക്ക് കുറച്ച് ഫാൻറ്റസി ആക്കിയാലോ പരിപാടി. എങ്ങനെ? ടീച്ചർ ആദ്യ രാത്രി എങ്ങനെയാണ് ഭർത്താവിൻ്റെ അടുത്ത് പോയത്? അത് സാരി ഉടുത്ത് പാലൊക്കെ എടുത്ത്. ടീച്ചർ അതുപോലെ വരാമോ? ഞാൻ ബെഡ്റൂമിൽ വെയിറ്റ് ചെയ്യാം. അയ്യോ, അതെന്തിനാ അങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാൻറ്റസി. സമയം കുറച്ച് വേണം, സാരിയൊക്കെ ഉടുത്ത് വരണം. പിന്നെ സാരിയുമില്ല. അത് കുഴപ്പമില്ല, സിജി കൊണ്ടുവന്നിട്ടുണ്ട്. ശ്യാം ഫർസാനയ്ക്ക് നേരെ സാരി നീട്ടി. ഫർസാന ശ്യാമിനെ കൂട്ടി ബെഡ്റൂമിലേക്ക് നടന്നു. അകത്ത് കയറി ഫർസാനയുടെ ഫോണിൽ വാൾപേപ്പർ നോക്കി ഇട്ടിരുന്ന കല്യാണ ഫോട്ടോ കണ്ടു. സൂപ്പർ ഫോട്ടോ ആണല്ലോ, ശ്യാം പറഞ്ഞു.
ഫർസാന അവളുടെ സാരി എടുത്തു. ഞാൻ ഇപ്പോൾ ഒരുങ്ങി വരാം. ആ ശരി. തൊട്ടടുത്ത റൂമിൽ നിഖിലും സിജിയും. നിഖിൽ, താങ്ക് യു ടീച്ചറെ, ആ ചരക്കിനെ സെറ്റാക്കി തന്നതിന്. സിജി, എൻ്റെയും ശ്യാമിൻ്റെയും കാര്യം എന്നേലും അവൾ പിടിച്ചാലോ എന്ന പേടി കൊണ്ട് മാത്രമാണ് അവൾ പോലും അറിയാതെ അവൾ കുളിക്കുന്നത് രഹസ്യമായി ഷൂട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഒരു ദിവസം ശ്യാമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അവളെ വേണമെന്ന്. അത് റെഡിയായപ്പോൾ നിങ്ങൾ സ്വാപ്പിംഗ് പ്ലാൻ ചെയ്തു. ഇത്രയും കാലം ശ്യാമും എൻ്റെ കെട്ടിയോനിക്കും മാത്രമായിരുന്ന എന്നെ അവൾക്ക് പകരമായി നിനക്കും. നിഖിൽ, ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ പെണ്ണിനെ എനിക്കൊന്ന് ശരിക്കും വേണം. ഓ, ധൃതിയായോ? നിഖിൽ, ഫർസു ടീച്ചർ കോളേജിൽ എത്തി അന്നു മുതൽ കൊതിക്കുന്നതാണ്. സമയം മെല്ലെ മെല്ലെ നീങ്ങിത്തുടങ്ങി. ഏതാണ്ട് 11:30 ആകാറായി. അതേസമയം ഫർസാന നല്ല ഒരു റെഡ് സാരിയൊക്കെ ഉടുത്ത് കയ്യിലൊരു ഗ്ലാസ് പാലുമായി, മുടിയൊക്കെ പിറകിലേക്ക് പിന്നിയിട്ട്, കൺമഷി എഴുതിയ പുരികം, തൂങ്ങിയാടുന്ന ജിമിക്കിക്കമ്മൽ, കാലിൽ തിളങ്ങി കുലുങ്ങുന്ന പാദസരം, ചെറുതായി ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ, തട്ടവും ധരിച്ചെത്തിയ അവളെ കണ്ട പാടെ ശ്യാമിന് ത്രില്ലായി. ഫർസാന കഥ കടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ചു മണിക്കൂർ മുൻപ് അവിടെ നിന്ന് സഹതപിച്ച പെണ്ണാണ് ഫർസാന. ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും പഴയപടി ആയിരിക്കുന്നു. ഏതൊരു പെണ്ണും കീഴ്പ്പെട്ടു പോകുന്ന മായാജാല വിദ്യ എല്ലാം അവളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അവൾ അടുത്തു വന്ന് ശ്യാമിന് നേരെ ഗ്ലാസ് പാല് നീട്ടി. അവനത് വാങ്ങി പാതി കുടിച്ചു. എന്നിട്ട് പാതി അവൾക്ക് കൊടുത്തു. ഒരു മടിയും കൂടാതെ ഫർസാന അത് വാങ്ങി കുടിച്ചു. ശേഷം ശ്യാം വളകൾ നിറഞ്ഞ അവളുടെ കൈകളിൽ പിടിച്ച് അവനൊപ്പം ബെഡിലിരുത്തി. ടീച്ചറെ, ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യരാത്രിയാണ്. ഇനി നിന്റെ ഭർത്താവ് ഞാനാണ്. അപ്പോൾ ഫൈസലിക്ക? അവനിവിടെ ഇല്ലല്ലോ. വന്നാലും എത്ര ദിവസം ഇവിടെ കാണും? അപ്പോൾ അവൻ വരുമ്പോൾ മാത്രം അവൻ നിന്റെ ഭർത്താവ്. ഈ ഒരാഴ്ച ടീച്ചർ എൻ്റെ ഭാര്യ ആയിരിക്കും. ശേഷം നിഖിലിൻ്റെയും ടീച്ചറിൻ്റെ ഭർത്താവിൻ്റെയും മാത്രം. അതുപോട്ടെ, എന്നെ ടീച്ചർക്ക് ഇഷ്ടമായിരുന്നോ? വാ തുറന്ന് പറ ടീച്ചറെ. ഇഷ്ടമായി. ടീച്ചറിൻ്റെ കെട്ടിയോനാണോ ഞാനാണോ അടിപൊളി? അത് പറ, മടിക്കേണ്ട. അത് നീ തന്നെ. ശരിക്കും? അതെന്താ, അവൻ നന്നായി ഒന്നും ചെയ്യില്ലേ? അതിക്ക പെട്ടെന്നാണ് എല്ലാം. നീയാണെങ്കിൽ എന്നെ പരിഗണിച്ചിട്ടേ സ്വന്തം കാര്യം നോക്കൂ. സത്യം പറയാലോ, സിജി ഇതുപോലെ നല്ല മടിയുള്ള കൂട്ടത്തിലായിരുന്നു. എന്നാൽ ഇന്നവൾ എൻ്റെ മകളുടെ അമ്മയാണ്, എൻ്റെ ജീവനാണ്. പിന്നെ ഈ പരസ്പരം വെച്ചുമാറൽ രണ്ടാളുടെയും അറപ്പ് മാറ്റാനാണ്. അവന് ടീച്ചറിലൊരു കുഞ്ഞ് അവൻ്റെ സ്വപ്നമാണ്. ഫർസാന, അയ്യോ, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു ശ്യാം. എന്തിന്? ഫർസാന, ഇതറിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല. ഇത് നമ്മൾക്കിടയിൽ മാത്രം നടക്കുന്ന ഒരു കള്ളപ്പണി, അത്രമാത്രം. ടീച്ചറിൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം അടുത്ത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുന്നു, പരസ്പരം എൻജോയ് ചെയ്യുന്നു, അത്രമാത്രം കരുതുക. അതിനുള്ളിലെ തെറ്റും ശരിയും വേർതിരിച്ച് കാണാൻ പോയാൽ പിന്നെ അതിനെ സമയം കാണൂ. ഈ പ്രായത്തിലല്ലാതെ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് പിന്നെ എപ്പോഴാണ്? പിന്നെ എത്തുന്നതിൻ്റെ ഒരാഴ്ച മുൻപേ അവൻ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ടീച്ചറുടെ കെട്ടിയോ വന്നാൽ പിന്നെ പേടിക്കണ്ടല്ലോ. ഫർസാനയുടെ മുഖത്തുകൂടി വിയർപ്പിൻ്റെ തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങി. ശ്യാം അവളുടെ മുഖം കൈക്കുമ്പിളിലാക്കി. ഫർസാന എന്ന ഉമ്മച്ചിക്കുട്ടി അവിഹിതത്തിൻ്റെ രുചി വല്ലാതെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങി. ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ പോലും ആ സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവൾ ഇപ്പോൾ മറ്റൊരു പുരുഷൻ്റെ കൂടെയാണ്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ആ പ്രത്യേക നോട്ടത്തിൽ അവളിലെ പാതിവൃത്യമെല്ലാം മാറി തുടങ്ങി. ഓ ടീച്ചറേ, ഈ നോട്ടം പോലും എനിക്ക് വല്ലാതെ ആകുന്നു. ഫർസാന ഒന്ന് മൂളി. ശ്യാം, പിന്നല്ലാതെ ശരിക്കും ടീച്ചറെ ഇവിടെ നിർത്തി പുറത്ത് ജോലിക്ക് പോയി നിൽക്കുന്ന ടീച്ചറിൻ്റെ ഭർത്താവ് ഒരു കിഴങ്ങനാണ്. എൻ്റെ ഇക്കാനെ കിഴങ്ങൻ എന്നൊന്നും വിളിക്കണ്ട കേട്ടോ. എന്തേ, ടീച്ചർക്ക് ഇഷ്ടമല്ലേ അങ്ങനെ വിളിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും എൻ്റെ കെട്ടിയോനല്ലേ അങ്ങേര്. ഒരു താലി കെട്ടി കഴുത്തിലിട്ടാൽ മാത്രം മതിയോ? മറ്റ് സുഖങ്ങളൊന്നും വേണ്ടേ? അത് തരാൻ കഴിവില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഫർസാനയുടെ മുഖം വാടി. അവൾ ചോദിച്ചു,
എന്നെ ചതിച്ചുപെടുത്തിയതല്ലേ മൂന്നാളും. ശ്യാം, പിന്നെ ചിലത് നേടാൻ വളഞ്ഞ വഴി ആവശ്യമാണെങ്കിൽ അത് നോക്കണം. ടീച്ചർ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ? എന്താ ടീച്ചർ സാധിച്ചു തരുമോ? ആദ്യം ആഗ്രഹം പറ, പിന്നെ ആലോചിക്കാം. ഓ, അപ്പോൾ എന്നെ വിശ്വാസമില്ലല്ലേ? ഞാൻ പെട്ടുപോയല്ലോ, അനുസരിക്കാതെ വഴിയില്ലല്ലോ. ആണോ? എങ്കിൽ ഞാൻ പറയും പോലെ എനിക്ക് ചെയ്തു തരുമോ? എന്ത്? ഈ വേഷത്തിൽ നിന്ന് ഫർസാന. ഒരു നാണവുമില്ല. ശ്യാം, എന്തിനു നാണിക്കണം? ഈ രാത്രി ടീച്ചർ എൻ്റെ ഭാര്യയല്ലേ ഇപ്പോൾ? ഫർസാന. അപ്പോൾ ഫൈസലിക്കായോ? ശ്യാം, ഫൈസൽ ടീച്ചറിൻ്റെ ആദ്യ ഭർത്താവ്, ഞാൻ ഇന്നൊരു രാത്രി മാത്രം ഭർത്താവ്. ഫർസാന. കൊള്ളാം, ഇതൊക്കെ എപ്പോൾ നടന്നു? ശ്യാം, ചുമ്മാ പറഞ്ഞതാ എൻ്റെ ടീച്ചറെ. പക്ഷേ ഈ കഴുത്തിലൊരു താലി കയറും നിഖിലിൻ്റെ. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു താലി എടുത്ത് അവളെ കാണിച്ചു. ഇന്ന് വാങ്ങിയതാണ്. ഫർസാനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ ചെറിയ ഭയത്തോടു കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശ്യാം, സീരിയസ് ആയി പറയുകയാണോ? ഇത് തമാശയല്ല, ജീവിതമാണ്. ശ്യാം, അവൻ ഇവിടെ ഉള്ളപ്പോൾ നീ ഇത് ഊരി വെച്ചാൽ മതി. ഞാനുള്ളപ്പോൾ ടീച്ചറിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി വേണ്ട. ഇക്ക ഇവിടെ ഉള്ളപ്പോൾ ടീച്ചർ ഇത് ഊരി വെച്ചാൽ മതി. ഞാൻ ഉള്ളപ്പോൾ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി വേണ്ട. അവൻ മെല്ലെ അവളുടെ താലിച്ചിരടിൽ പിടിച്ചു. അതിൻ്റെ കെട്ടഴിക്കാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. അയ്യോ, അങ്ങനെ വേണ്ട, അതഴിച്ചുകൂടാ, പാപമാണ്. എൻ്റെ ഇക്ക എന്നിൽ വിശ്വസിച്ച് കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഓ, ആ സ്നേഹത്തിൻ്റെ അടയാളം ഇട്ടുകൊണ്ടാണ് നേരത്തെ ചിലതൊക്കെ ചെയ്തത്. ശ്യാം, പ്ലീസ്, അത് വേണ്ട. ടീച്ചർക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് മനസ്സിലാകും. പ്ലീസ് ശ്യാം, എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ശ്യാം, നിഖിൽ ഇതൊന്ന് കെട്ടി എന്ന് കരുതി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെനിക്കറിയില്ല. എന്നാ മിണ്ടാതെ നിൽക്കൂ. അയാൾ ഫൈസൽ കെട്ടിയ താലി മെല്ലെ അഴിച്ചെടുത്ത് ബെഡിലിട്ടു. ഫർസാനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ശ്യാം നിഖിലിനെയും സിജിയെയും വിളിച്ച് റൂമിലെത്തിയ നിഖിലിന് നേർക്ക് ശ്യാം താലി നീട്ടി. നിഖിൽ അത് വാങ്ങി ഫർസാനയുടെ കഴുത്തിൽ ചാർത്തി. ശ്യാം, എന്നാ നിങ്ങൾ വിട്ടോ. ശ്യാം അവളെ ബെഡിലിരുത്തി. അവൻ അവളുടെ തലയിലെ തട്ടം മാറ്റി. ടീച്ചർ ഇനി നിഖിലിൻ്റെ പെണ്ണാണ്. ടീച്ചറെ, ടീച്ചറിൻ്റെ ഭർത്താവ് കിട്ടിയ താലി ഞാനൊരു ഉപയോഗത്തിനെടുക്കാൻ പോവുകയാണ്. എന്തുപയോഗം? ശ്യാം അതെടുത്ത് അവൾ നോക്കി നിൽക്കെ അവൻ്റെ കയ്യിൽ ചുറ്റിവെച്ചു. ഫർസാനയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. ഇവൻ എന്തൊക്കെയായി കാണിക്കുന്നേ എന്ന് അവൾ ചിന്തിച്ചു. ശ്യാം, ടീച്ചറിൻ്റെ പ്രസവം എങ്ങനെയുള്ളതായിരുന്നു? ഫർസാന. അത് പിന്നെ രണ്ടും സിസേറിയനായിരുന്നു. ടീച്ചർക്ക് ആഗ്രഹമില്ലേ ഒരു മൂന്നാമതൊരു കുഞ്ഞിക്കാല് കാണാൻ? ഉണ്ട്. ഇത്തവണ ഇക്ക വരുമ്പോൾ അത് ഉറപ്പായിട്ടും കാണുമെന്ന് പറഞ്ഞു. ഇക്ക എന്നാ വരുന്നത്? ജൂലൈ ആദ്യം. അപ്പോൾ ജൂൺ അവസാനത്തെ 2 ആഴ്ചയ്ക്ക് മുന്നേ വേണ്ടത് ചെയ്യാൻ നിഖിലിനോട് പറയാം. ടീച്ചറിൻ്റെ കെട്ടിയോനൊരു ഊളയാണല്ലോ. ഇത്രയും നല്ലൊരു ചരക്കിനെ ഇട്ടേച്ച് അവിടെ പോയി ഒറ്റയ്ക്ക് കിടക്കുന്നു. നിഖിലിൻ്റെ ഭാഗ്യം. ആദ്യം ടീച്ചറെ കണ്ടപ്പോൾ മുതൽ എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടന്നു. ഇത്തരം സംഭാഷണം രണ്ടാൾക്കും കൂടുതൽ ഉന്മേഷമുണ്ടാക്കി കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ശ്യാം, ടീച്ചർ ഒരു കിടിലൻ പെണ്ണാണ്, നല്ല സ്റ്റാമിനയുള്ളൊരു മൊഞ്ചത്തി ചരക്ക്. അതേസമയം ബയോളജി മിസ്സായ സിജി നിഖിലിൻ്റെ കൂടെയായിരുന്നു. ടോപ്പിക് എല്ലാം നന്നായി പഠിപ്പിച്ചു കൊടുത്തു. നിഖിൽ, ഫർസാന മിസ്സിനോടും എനിക്കിതുപോലെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. സിജി, അവളുടെ ഭാഗ്യം. നിഖിൽ, എന്ത്? നിന്നെപ്പോലെ ഒരുത്തൻ അവളെ കൊണ്ടുപോകുന്നത് നോക്കുമ്പോൾ സമയം മെല്ലെ മെല്ലെ നീങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. ആ രാത്രി പ്രഭാതത്തിലേക്ക് വഴിമാറി. ഫർസാന ശ്യാമിൻ്റെ തോളിൽ തലവെച്ചുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഫർസാനയുടെ ഫോൺ റിങ് ചെയ്യാനായി തുടങ്ങി. ആദ്യം കുറേ ബെല്ലുകൾ അടിച്ചിട്ടും അവൾ അറിഞ്ഞില്ല.
എന്നാൽ ഉറക്കത്തിൻ്റെ ആഴം നഷ്ടമായി തുടങ്ങിയപ്പോൾ അവൾ മെല്ലെ തിരിഞ്ഞ് ഫോൺ എടുത്ത് സ്ക്രീൻ നോക്കി. ഫൈസലിക്ക. അവൾ പെട്ടെന്ന് സ്ഥലകാലബോധം തിരിച്ചു പിടിച്ച് നിവർന്നിരുന്നു. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. മോർണിംഗ് ഇക്ക. നീ എഴുന്നേറ്റതേ ഉള്ളോ? അതെ ഇക്ക. ഞാനാണെങ്കിൽ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. എന്തു പറ്റി എൻ്റെ ഫർസുവിന്? ഇത്രയും നേരം ഉറങ്ങുന്നതല്ലല്ലോ. എങ്ങനെ പറയും, ഇന്നലെ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ആയിരുന്നുവെന്ന്. ഫർസാന. നല്ല തണുപ്പ്, അതുകൊണ്ട് കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങി. അത് കുഴപ്പമില്ല, മോള് പയ്യെ എഴുന്നേറ്റാൽ മതി. എന്നാ ഞാൻ എഴുന്നേക്കട്ടെ? എന്തു പറ്റി മോളെ, ഒരു ഉഷാറില്ലാതെ? ഒന്നുമില്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതായതുകൊണ്ടാ. ശരി, എന്നാ മോൾ എഴുന്നേക്ക്. പിന്നെ ഇനി എന്താ പരിപാടി? ശ്യാം അവളെ നോക്കി ഫോൺ സ്പീക്കറിലിടാൻ ആവശ്യപ്പെട്ടു. അവൾ വേണ്ടെന്ന രീതിയിൽ തലകുലുക്കി. ശ്യാം അവളോട് കെഞ്ചി കാണിച്ചപ്പോൾ അവൾ സ്പീക്കറിലിട്ടു. ഫൈസൽ. മോളെ, നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇക്ക, കേൾക്കുന്നുണ്ട്. എന്തു പറ്റി? ഫർസാന. എഴുന്നേക്കാൻ നോക്കിയപ്പോൾ കയ്യിൽ നിന്ന് ഫോൺ ബെഡിലേക്ക് വീണതാണ്. ഫർസാനയ്ക്ക് എന്തോ ശ്യാമിൻ്റെ കൂടെ ചേർന്നുകൊണ്ടുള്ള ചീറ്റിംഗ് പരിപാടി വല്ലാണ്ട് ഇഷ്ടമായി. അതിനുള്ളിൽ അവൾ എന്തോ ഒരു ചെറിയ ത്രില്ല് കിട്ടി തുടങ്ങി. അന്യപുരുഷൻ്റെ മാറിൽ തലവെച്ചുകൊണ്ട് ഭർത്താവിനെ ഫോൺ ചെയ്ത് വിളിക്കുന്നതിൽ ഒരു ലഹരി അവൾക്ക് തോന്നി. അതുതന്നെയായിരുന്നു ശ്യാമിനും വേണ്ടത്. വലതു കൈ ബെഡിൽ കുത്തി ഫോൺ ചെവിയിൽ പിടിച്ച് ഭർത്താവിനോട് സംസാരിക്കുന്നതിനൊപ്പം ശ്യാമിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും തുടങ്ങി. ഫർസാന കെട്ടിയോനോട് സംസാരിക്കുമ്പോൾ ശ്യാം അവളുടെ കെട്ടിയോൻ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി കയ്യിൽ ചുറ്റി ആട്ടിക്കളിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഫർസാനയ്ക്ക് ചിരിയും വരുന്നുണ്ട്. ശ്യാം മെല്ലെ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഇതേസമയം താൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയാണെന്ന് അറിയാതെ അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫൈസൽ. ഫർസാന ഫൈസലിനോട് പല്ല് തേച്ച് വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ശ്യാമിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ഗൾഫിലെ റൂമിലിരുന്ന് കെട്ടിയോളുമായി ഫോൺ സംസാരിക്കുമ്പോൾ ഫൈസലിൻ്റെ കൂടെയും ഒരാളുണ്ട്. കൂടെ ജോലി ചെയ്യുന്ന നിമ്മി എന്ന ചരക്ക്. അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഫൈസൽ ഫർസുവുമായി സംസാരിക്കുന്നത്. ഇവിടെ ഫർസാന ശ്യാമായി ചെയ്യുന്നത് പോലൊക്കെ ഫൈസൽ നിമ്മിയായും ചെയ്യുന്നുണ്ട്. ഫോൺ കട്ടാക്കി കഴിഞ്ഞ് നിമ്മി ഫൈസലിനോട്, കൊച്ചു കള്ള, ബീവിയെ തേച്ചു അല്ലേ? ഫൈസൽ ഒരു കള്ളച്ചിരി ചിരിച്ചു നിമ്മിയുമായി കട്ടിലേക്ക് ചെരിഞ്ഞു. ഇതേ സമയം ശ്യാം ഫർസാനയോട്, കള്ളി, കെട്ടിയവനെ നൈസായിട്ട് തേച്ചു അല്ലേ? എനിക്ക് അങ്ങനെ ചെയ്യണോ എന്നൊന്നും ഇല്ലായിരുന്നു, നീയല്ലേ എന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഓഹോ, ഇപ്പോൾ കുറ്റം എൻ്റെ മാത്രമായി അല്ലേ? ഫർസാന മുഖത്തൊരു ചെറിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് ശ്യാമിനോട് ചോദിച്ചു. അതെ, എന്തേ? ഒന്നുമില്ല എൻ്റെ മഹാറാണി, ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. അങ്ങനെയാണേ കൊള്ളാം. അല്ലെങ്കിലോ മോൻ കുറേ പാടുപെടും. ഓ. അവൾ നേരെ ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് തിരിച്ചു വന്നപ്പോൾ സിജി ബെഡിലിരിക്കുന്നു. കഴിഞ്ഞോ കലാപരിപാടി? ഫർസാന മൂളി. സിജി, എന്നാ റെഡിയാവ്, ഇന്ന് തിരിച്ചു പോകണം, അത്യാവശ്യമാണ്. ഇരുവരും സിജിയുടെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ സിജിയും ഫർസാനയും TV കണ്ടുകൊണ്ടിരിക്കെ ഫർസാന സിജിയോട് ചോദിച്ചു, ചേച്ചി എങ്ങനെ ഇതിൽപ്പെട്ടു? അതൊരു കഥയാണ്, പറയാം, സിജി തുടർന്നു. ഒരു വർഷം മുമ്പ് ഞാൻ നമ്മുടെ കോളേജിന് പിന്നിലെ ലാബിൽ നിന്ന് വരുന്ന സമയം ശ്യാം ആ വഴി വന്നു. പെട്ടെന്നായിരുന്നു ശക്തമായ ഒരു മഴ വന്നത്. ലാബിനും കോളേജിനും ഇടയിലുള്ള പ്രദേശം കാടാണെന്ന് നിനക്കറിയാലോ. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ പഴയ ബിൽഡിങ്ങിൽ കയറി. സമയം ഒരു 4 മണി ആയിട്ടുണ്ടാകും. സാരി മൊത്തം നനഞ്ഞ് കാലുവരെ ഒട്ടിപ്പിടിക്കുക. എനിക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്യാമും ആകെ നനഞ്ഞിരുന്നു.
ശ്യാം ചോദിച്ചു. മിസ്സേ, ആകെ നനഞ്ഞല്ലോ, മഴ കുറയുമെന്ന് തോന്നുന്നില്ല. സിജി അതെ എന്ന് പറഞ്ഞ് തൻ്റെ സാരിത്തലപ്പ് പിഴിഞ്ഞ ശേഷം ശ്യാമിൻ്റെ തല തോർത്തി. ഇതിനിടയിൽ മഴയിൽ നനഞ്ഞ സിജിയുടെ സൗന്ദര്യം ശ്യാമിനെ മത്തുപിടിപ്പിച്ചു. ശ്യാം ഒരു ധൈര്യത്തിൽ മെല്ലെ സിജിയുടെ തോളിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചു. ശ്യാം, നീ എന്തായി കാണിക്കുന്നത്? ഒന്നടങ്ങ് മിസ്സേ എന്ന് പറഞ്ഞ് ശ്യാം എന്നെ കെട്ടിപ്പിടിച്ചു. ശ്യാം, വിട്, ഇത് തെറ്റാണ്. സിജി പറഞ്ഞു തീർന്നതും സിജി പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു പിന്നീട് അവിടെ നടന്നത്. ഏറെ നാളായി ഭർത്താവിൻ്റെ സാമീപ്യമില്ലാതിരുന്ന സിജി അങ്ങനെ ശ്യാമിൻ്റെ ആവുകയായിരുന്നു. പിന്നെ ഒരു സൺഡേ ശ്യാം എന്നെ വിളിച്ചൊന്ന് കൂടണമെന്നും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. വേറെ വഴിയില്ലാതെ ഞാൻ അവൻ പറഞ്ഞിടത്തെത്തി. അവിടെ ഒരു കാറിൽ നിഖിലും ശ്യാമും എത്തി. ഞാൻ കാറിൽ കയറി. കാറ് നമ്മൾ പോയ ആ വീട്ടിലേക്കാണ് പോയത്. ആദ്യം ഞാൻ ശ്യാമിൻ്റെ ട്രാപ്പിൽ പെട്ടതാണെങ്കിലും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് ഇവരുടെ രണ്ടുപേരുടെയും ആവുകയായിരുന്നു. അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ശരിക്കും ഞാൻ ശ്യാമിന് അടിമയായി മാറി എന്നുള്ളതായിരുന്നു സത്യം. അതിനൊരു കാരണം ഒന്നിനും കൊള്ളാത്ത എൻ്റെ കെട്ടിയോനാണ്. ഗതികേടിന് എൻ്റെ തലയിലായി പോയതാണ് അങ്ങേര്. അങ്ങനെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ രഹസ്യമായി ജീവിച്ചു. ഇതിനിടയിൽ എൻ്റെ ജോണിച്ചൻ എത്തി. എന്തെല്ലാമോ കാട്ടിക്കൂട്ടി തിരിച്ചുപോയി. ഒരു മാസം കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റായി. എൻ്റെ ലിയമോളെ പ്രസവിച്ചു. രഹസ്യമായി DNA ടെസ്റ്റ് ബാംഗ്ലൂരിൽ നടത്തി. എൻ്റെ ലിയയുടെ യഥാർത്ഥ അച്ഛൻ ശ്യാമാണ് എന്ന് സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ ജോണിച്ചനെ അനാശാസ്യത്തിന് ഗൾഫ് പോലീസ് പിടിച്ചു. അതും പറഞ്ഞ് ഞാൻ ഡിവോഴ്സ് വാങ്ങി. ഞാനും ശ്യാമും റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആണ് നീ ഇവിടെ ജോലിക്ക് വന്നതും താമസ സ്ഥലം ശരിയാകാതെ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതും. പിന്നീടാണ് നീ ഞങ്ങളുടെ റിലേഷൻ പിടികൂടിയാലോ എന്ന ഭയത്തിൽ നീ വീട്ടിൽ പോയ ദിവസം ഞാനും ശ്യാമും നിന്റെ റൂമിൻ്റെ സ്പെയർ കീ ഉപയോഗിച്ച് തുറന്ന് ബാത്റൂമിൽ കയറി സ്വിച്ച് ബോർഡിലെ പ്ലഗ് പോയിൻ്റ് മാറ്റി പകരം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു സ്പൈ ക്യാം പ്ലഗ് പോയിൻ്റ് ഘടിപ്പിച്ചു. അതിനെ എൻ്റെ ഈ പ്രൈവറ്റ് ഫോണുമായി കണക്ട് ചെയ്തു. നീ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവസം മുതൽ ക്യാമറ റെക്കോർഡിംഗ് ആരംഭിച്ചു. അവരെ അനുസരിക്കാതെ എനിക്ക് വേറെ വഴിയില്ല ഫർസു. എല്ലാം അവരുടെ കയ്യിൽ ഭദ്രമായുണ്ട്. അപ്പോഴാണ് നിന്നെ നിഖിലിന് നോട്ടമുണ്ടെന്ന് ശ്യാം പറഞ്ഞത്. പിന്നെ നിന്നെ ട്രാപ്പ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അന്ന് രാത്രി നിഖിൽ ഇവിടെ എന്നെ കാണാൻ വന്നതും നീ പിടിച്ചതും അന്ന് നമ്മൾ തമ്മിൽ തർക്കമുണ്ടായതും ഞാൻ എൻ്റെ ഫോണിലെ ആ ദൃശ്യങ്ങൾ നിന്നെ കാണിച്ചതും നീ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിയതും. ഫർസാന, ചേച്ചി, ഇത് ലൈഫ് ലോങ് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ വേറെ വിവാഹം കഴിക്കില്ലേ? സിജി, ഇത് തുടരും. അവൻ വിവാഹം കഴിച്ച പെണ്ണ് നമ്മുടെ ശില്പ വാര്യറാണ്. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. നീ പുറത്തു പറയരുത്. അവൾ ഹാപ്പിയാണ്. പിന്നെ നീ ബഹളം വെക്കരുത്. നിഖിൽ നിന്റെ സിസ്റ്റർ നൗറിന് രജിസ്റ്റർ മാരേജ് ചെയ്തതാണ്. അവൾക്കും ഈ കഥകളെല്ലാം അറിയാം. ഫർസാന ഞെട്ടിപ്പോയി. എന്ത്? സത്യം. ഇന്ന് നടന്നതും ഇനി നടക്കാൻ പോകുന്നതും അവൾക്കറിയാം. ഫർസാന ചങ്ക് തകർന്നിരുന്നു. പക്ഷെ അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് നീയും നിഖിലുമായി അല്ല ബന്ധം, ശ്യാമുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നാണ്. അവളുടെ കെട്ടിയോനാണല്ലോ നിഖിൽ. അവന് നിന്നെ നോട്ടമുണ്ടെന്നറിഞ്ഞാൽ അത് അവൾക്ക് സഹിക്കാനാകില്ല. എനിക്കെന്തോ ഇതൊക്കെ ഇപ്പോൾ നിന്നോട് പറയണമെന്ന് തോന്നി. സിറ്റിയും ഫർസാനയും സംസാരിച്ചിരിക്കെ കോളിംഗ് ബെൽ ശബ്ദമുയർന്നു. സിജി വാതിൽ തുറന്നു. ഹായ് നൗറിൻ. ഹായ് സിജി ചേച്ചി. ചേച്ചി എവിടെ എൻ്റെ പുന്നാര എത്ത? ദേ ഇരിക്കുന്നു. നൗറിൻ ഫർസാനയ്ക്കരികിലെത്തി. അവൾ ചോദിച്ചു, ഇത്താ എങ്ങനെയുണ്ട് ശ്യാമേട്ടൻ? നൗറിൻ ചോദിച്ചു തീർന്നതും നൗറിൻ്റെ കരണമടച്ച് ഫർസാന ഒന്ന് കൊടുത്തു. സിജി ഒന്ന് ഞെട്ടി. ഫർസാന, എങ്ങനെ തോന്നി നിനക്കിത് എന്നോട് ചെയ്യാൻ? ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നതല്ലെങ്കിലും നീ എൻ്റെ അനിയത്തിയല്ലേ? അനിയത്തി
ഥു എടി, എൻ്റെ ഉമ്മ, അതായത് നിന്റെ രണ്ടാനുമ്മയ്ക്കും നമ്മുടെ വാപ്പാക്കും എന്നും നീ കഴിഞ്ഞേ ഞാനുള്ളൂ. നിന്നെ സ്നേഹിച്ച പോലെ രണ്ടാളും എന്നെ സ്നേഹിച്ചിട്ടില്ല. കോടികളുടെ സ്വത്തിൽ ഭൂരിഭാഗവും നിനക്ക്, അവരുടെ സ്നേഹവും നിനക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നീ എന്ന ശല്യത്തെ ഇനി കാണണ്ടല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ നീ കെട്ടും കിട്ടി ഇവിടെ എൻ്റെ കോളേജിൽ എൻ്റെ ടീച്ചറായി. ശല്യം. മോളെ നൗറിനെ വിളിക്കരുതങ്ങനെ. നിന്നോടുള്ള പക മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ശ്യാമേട്ടന് നിന്റെ മുകളിൽ ഒരു കണ്ണുള്ളതറിഞ്ഞതും സിജി മിസ്സും ശ്യാമേട്ടനും തമ്മിലുള്ള റിലേഷൻ അറിയാവുന്ന ഞാൻ നിന്നെ എന്തായാലും ഇവർ എടുക്കുമെന്ന് മനസ്സിലാക്കി. എനിക്ക് സന്തോഷമായി. വാപ്പായുടെയും ഉമ്മായുടെയും പുന്നാര ഫർസു ഇന്ന് വെറും കറിവേപ്പില. നീ ശ്യാമേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എനിക്ക് കാണണം. ഫർസാന നൗറിൻ്റെ ചെകിട്ടിൽ ഒന്ന് കൊടുത്ത ശേഷം പറഞ്ഞു. നിന്റെ സ്വപ്നം നടക്കില്ല. ഞാൻ ഇവിടെ നിന്നും പോകുവാണ് നാട്ടിലേക്ക്, അവിടുന്ന് ഫൈസലിക്കായുടെ അടുത്തേക്ക്. നൗറിൻ, ഉപ്പ പറയുന്നത് സത്യമാണ്, ഇവൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് തൻ്റെ മൊബൈൽ ഗാലറി ഫർസാനയ്ക്ക് നേർക്ക് തിരിച്ചു. മോളിതൊന്ന് നോക്ക്, നിന്റെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് നീ വീട്ടിലെത്താൻ കുറഞ്ഞത് 6 മണിക്കൂർ. ഇത് ഉപ്പായുടെയും ഉമ്മായുടെയും നിന്റെ ഇക്കായുടെയും ഫോണിലെത്താൻ മാക്സിമം 2 മിനിറ്റ്. അതോടെ നീ തീർന്നു. സിജി ഇടപെട്ടു. സ്റ്റോപ്പ് ഇറ്റ് നൗറിൻ, നീ ഇങ്ങനെ ഒരു പകയുമായി നടക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇറ്റ്സ് ക്രൂവൽ. നൗറിൻ, യെസ് ഇറ്റ്സ് ക്രൂവൽ. എന്താ, ഇത് അവസാനിപ്പിക്കാൻ പോകുവാണോ? സിജി, യെസ്. നൗറിൻ, എങ്കിൽ ഞാനിതൊന്ന് ഉപ്പാക്കും ഉമ്മാക്കും അവളുടെ ഇക്കാക്കും അയച്ചോട്ടെ എന്ന് പറഞ്ഞ് നൗറിൻ ഫോൺ എടുത്തതും സിജി ഫോൺ തട്ടിപ്പറിച്ച് താഴെ എറിഞ്ഞുടച്ചു. സിജി വേഗം മുറ്റത്തേക്കിറങ്ങി കാറിൽ നിന്നും പെട്രോൾ ക്യാൻ എടുത്ത് ഫോണിൽ ഒഴിക്കാൻ അടപ്പ് തുറന്നപ്പോൾ നൗറിൻ പറഞ്ഞു, നീ ആ വാട്സാപ്പ് തുറന്നേ, അതിൽ മൈ എന്ന് പറഞ്ഞൊരു പ്രൊഫൈലുണ്ട്, അത് നോക്ക്, എന്നിട്ട് ഫോൺ കത്തിക്കുക. ഫോണിലെ വാട്സാപ്പിൽ മൈ എന്ന് സേവ് ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ചാറ്റ് ഓപ്പണാക്കി സിജി ഞെട്ടി. ഈ ദൃശ്യങ്ങൾ നൗറിൻ ആ നമ്പറിലേക്ക് അയച്ചിരിക്കുന്നു. ദേഷ്യം വന്ന സിജി നൗറിൻ്റെ ചകിട്ടത്ത് അടിച്ചു. സത്യം പറ, ആർക്കാ നീ ഇത് അയച്ചത്? അപ്പോഴേക്കും ശ്യാമും നിഖിലും അവിടെ എത്തി. സിജി അവരോട് സത്യം പറഞ്ഞു. ശ്യാം, നൗറിൻ ആ വിഷ്വൽസ് ആർക്കാ അയച്ചത്? പറയടി കോപ്പേ. നൗറിൻ, എൻ്റെ തന്നെ പേഴ്സണൽ ഫോണിലാണ്, നീയൊക്കെ എത്ര തപ്പിയാലും അത് കിട്ടില്ല. സിജി ആ നമ്പറിലേക്ക് വിളിച്ചു. നിഖിൽ, ആ ഫോൺ സ്വിച്ച് ഓഫാണ്. നിഖിൽ നൗറിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. സത്യം പറ, ഫോൺ എവിടെ? ഞാൻ പറയില്ല. ആ ഫോൺ നിൻ്റെ അല്ലേ? അപ്പോൾ നീ ജീവിച്ചിരുന്നാലേ അത് പുറത്തു വരുമല്ലേ? ഇവൾ ഇത്ര ഒരു ഭ്രാന്തിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിഖിൽ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഫർസാനയും സിജിയും അവനെ പിടിച്ചു മാറ്റി. നൗറിൻ, എനിക്ക് എന്തേലും സംഭവിച്ചാൽ അത് പോലീസ് കണ്ടെത്തും, അത് പുറത്തു വരും. സോഫായിലിരുന്ന് കരയുന്ന ഫർസാനയോട് സിജിയും നിഖിലും ശ്യാമും മാപ്പ് ചോദിച്ചു. പെട്ടെന്ന് സിജി നൗറിനോട് ചോദിച്ചു, ഇത് പുറത്തു വിടാതിരിക്കാൻ നിനക്ക് എന്ത് വേണം? പണം മതിയോ? ആർക്ക് വേണം മാമിൻ്റെ സ്വത്ത്? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഇവൾ പിഴച്ചവളായി ജീവിക്കണം, ശ്യാമേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, ജീവിതകാലം മുഴുവൻ നീറി നീറി ഇവൾ കഴിയണം. പെട്ടെന്ന് ഫർസാനയുടെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ ഉമ്മ എന്ന് കണ്ടു. ഫർസാന ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. ആ ഉമ്മ, ഫർസാന പറഞ്ഞു. മോളെ, നീ പറഞ്ഞ പോലെ ഞാൻ നൗറിൻ്റെ റൂമിൽ നോക്കി, ഒരു ഫോൺ കിട്ടി, മുഴുവൻ പൊട്ടിയതാ. നൗറിനൊന്ന് ഞെട്ടി. ഷേ. ഫർസാന, പിന്നെ ഉമ്മ, ആ ഫോൺ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്ക്. അല്ലാതെ കളഞ്ഞ ഓളുടെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ആളുകൾ ഫോൺ ശരിയാക്കി എടുത്ത് ദുരുപയോഗം ചെയ്യും. ഓൾക്ക് ഞാൻ ഇവിടെ പുതിയത് വാങ്ങിക്കൊടുക്കാം, ഓൾ അറിയണ്ട. ശരി മോളെ, ഉമ്മ പറഞ്ഞു. ഫർസാന ഫോൺ കട്ട് ചെയ്തു. ഫർസാന പറഞ്ഞു, നീ ഇത്രയും ഷോ നടത്തിയപ്പോൾ ഞാൻ ഭയന്നു, പക്ഷെ നീ ഒരു വാചകം പറഞ്ഞില്ലേ, അവിടെയാണ് നീ തോറ്റത്. എല്ലാവരും ഫർസാനയെ നോക്കി.
ഫർസാന തുടർന്നു. എനിക്ക് എന്തേലും സംഭവിച്ചാൽ അത് പോലീസ് കണ്ടെത്തും, അത് പുറത്തു വരും എന്ന് നീ പറഞ്ഞപ്പോഴാണ് നീ വീട്ടിൽ പോയത് ഞാൻ ഓർത്തത്. നീ പറഞ്ഞ പോലെ നിനക്ക് എന്തേലും സംഭവിച്ചാൽ പോലീസ് അന്വേഷണം വരും. അപ്പോൾ നീ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോയ കാര്യം പോലീസ് അറിയും. അവർ വീട്ടിൽ പരിശോധിക്കും. ആ ഫോൺ കിട്ടും. നിന്റെ ബുദ്ധി കൊള്ളാം. പെട്ടെന്ന് സിജി നൗറിൻ്റെ ഫോണുമായി പുറത്തിറങ്ങി ഫോൺ കത്തിച്ചു. തീർന്നു നിന്റെ കളി. ശ്യാമേ, നിങ്ങളുടെ എല്ലാ പ്രൈവറ്റ് ഫോൺ കൂടി ആ തീയിലിട്. സിജി ആവശ്യപ്പെട്ട പോലെ എല്ലാവരും ചെയ്തു. ഇതിവിടെ നിർത്തണം. നീ എല്ലാം മറക്കണം. ഫർസാന: നിർത്താനോ? ഇനിയാണ് എൻ്റെ കളി. സിജി, നിന്റെ കൈവശമുള്ള ഇവളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചേ. സിജി അലമാരയിൽ നിന്നതെടുത്തു. ഫർസാന അതിൻ്റെ ചിത്രം തൻ്റെ ഫോണിലെടുത്തു. കൂടാതെ നിഖിലിൻ്റെ പേഴ്സണൽ ഫോണിലുള്ള നൗറിൻ്റെ ചില ചിത്രങ്ങളും വീഡിയോയും സെൻഡ് ചെയ്ത് വാങ്ങി. ഫർസാന പറഞ്ഞു: മോളെ, നീ എൻ്റെ ജീവിതം വെച്ചൊന്ന് കളിച്ചു. ഇനി എൻ്റെ സമയമാണ്. ഇത് ഞാൻ ഉപ്പാക്കയച്ചാൽ നീ പടിക്ക് പുറത്താണ്. പിന്നെ ഇവൻ്റെ കൂടെ നീ ജീവിക്കാമെന്ന് കരുതിയാൽ അതും നടക്കില്ല. എനിക്ക് വേണം ഇവനെ. ഇക്ക ഇല്ലാത്തപ്പോൾ എൻ്റെ ഭർത്താവായി. ഡിവോഴ്സ് വാങ്ങി വേറെ വല്ലവൻ്റെയും പുറകെ പോകാൻ നീ ശ്രമിച്ചാൽ ഇത് നാട്ടുകാർ കാണും. നൗറിനുൾപ്പെടെ എല്ലാവരും സ്തബ്ധരായി നിൽക്കെ ഫർസാന നിഖിലുമായി ബെഡ്റൂമിലേക്ക് പോയി. ഫർസാന അകത്ത് കയറി വാതിലടച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഫർസാന നിഖിലുമായി വീട്ടിൽ നിന്നിറങ്ങി. എന്താണ് നടക്കുന്നതെന്നറിയാതെ നൗറിനും മറ്റുള്ളവരും വണ്ടറടിച്ചിരുന്നു. ഫർസാന പറഞ്ഞ ലൊക്കേഷനിലേക്ക് നിഖിൽ വണ്ടി ഓടിച്ച് അവസാനം ഒരു റിസോർട്ടിലെത്തി. ടീഷർട്ടും ജീൻസുമാണ് ഫർസാനയുടെ വേഷം. എന്തൊരു സ്ട്രക്ചറാണ് എൻ്റെ അമ്മച്ചി, ഒരാൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് അവൻ കേട്ടു. നിഖിൽ ഫർസാനയെ അടിമുടി നോക്കി. നൗറിൻ വെറും വേസ്റ്റ്. ഇത്താണിത്താ ഹൂറി, നിഖിൽ മനസ്സിൽ പറഞ്ഞു. ഒപ്പം റിസപ്ഷനിലിരുന്ന ആൾ ഫർസാനയെ നോക്കി വെള്ളം ഇറക്കുന്നതും കണ്ടു. ഫർസാന റിസപ്ഷനിസ്റ്റിന് നേരെ കൈനീട്ടി താക്കോൽ വാങ്ങി. നിഖിൽ ചോദിച്ചു: ഈ ബീച്ച് റിസോർട്ട് ഇത്താക്ക് എങ്ങനെ അറിയും? ഇന്നലെ സൈറ്റിൽ നോക്കിയെടുത്തതാ, ഫർസാന മറുപടി പറഞ്ഞു. ബീച്ചെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, അവൻ പറഞ്ഞു. അവനൊരു കൊച്ചുകുട്ടിയായി മാറിയതുപോലെ തോന്നി ഫർസാനക്ക്. ഇരുവരും അഭിമുഖമായി സോഫായിലിരുന്നു. അവൾ എഴുന്നേറ്റ് ജനലിലൂടെ കടൽ കാഴ്ചകൾ കാണുന്നതിനിടയിൽ ഒരു തണുത്ത കാറ്റടിച്ചു. തണുക്കുന്നുണ്ടോ ഇത്ത എന്ന് ചോദിച്ച് നിഖിൽ ഫർസാനയുടെ തോളിൽ തൊട്ടു. ആലിംഗനത്തിന് മുന്നോടിയാണ് ആ ചോദ്യമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഇത്ത, നിഖിൽ ഫർസാനയുടെ കാതിനരികിൽ മന്ത്രിച്ചു. ഫർസാന ചെറുചിരിയോടെ കുറുകി. അവളുടെ സഹകരണം നിഖിലിനെ പ്രോത്സാഹിപ്പിച്ചു. എന്തായിരുന്നു നിഖിലിൻ്റെ ആഗ്രഹം, അത് ഫർസാനയുടെ പരിപൂർണ സമ്മതത്തോടെ നടന്നു. ഫർസാനയ്ക്ക് നൗറിനോടുള്ള പകരം വീട്ടിൽ കൂടെയായിരുന്നു അത്. 2 ആഴ്ചയ്ക്ക് ശേഷം ഫൈസൽ നാട്ടിലെത്തി. അവധി കഴിഞ്ഞ് തിരിച്ചുപോയ ഫൈസൽ ഫർസാനയും മക്കളെയും കൂടെ കൊണ്ടുപോയി. 1 ആഴ്ചയ്ക്ക് ശേഷം നിഖിൽ ഫർസാന നൽകിയ ഒരു ഡോക്യുമെൻ്റ് നൗറിന് നൽകി. ഫർസാനയുടെ സ്വത്തിൽ പാതി അവൾക്കായി നൽകിയതിൻ്റെ ഡോക്യുമെൻ്റ്സ് ആയിരുന്നു. ഏറെ പ്രിയപ്പെട്ട നിഖിൽ കൂടെ കൈവിട്ടു പോയത് കാരണം നൗറിൻ മാനസികമായി തകർന്നിരുന്നു. ആ തകർച്ച പൂർണ്ണമാക്കുന്ന വാർത്ത 2 മാസങ്ങൾക്ക് ശേഷം അവളെ തേടിയെത്തി. ഫർസാന ഗർഭിണിയായി. തൻ്റെ ചേച്ചിയുടെ ഗർഭപാത്രത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ കുട്ടി വളരുന്നത് അവളുടെ മനോനില കൂടുതൽ തകർത്തു. 3 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ അവൾ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. നിഖിലും കുട്ടിയുമായി ജീവിക്കുന്നു. 1.5 വർഷത്തിന് ശേഷം ഫർസാന കുടുംബത്തോടൊപ്പം നാട്ടിലെത്തി. 3 മാസം പ്രായമുള്ള ഒരു പുതിയ അതിഥിയുമായി. ഈ സ്റ്റോറി ഇത് കഴിഞ്ഞു. അപ്പം ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന്, അതുപോലെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ സ്റ്റോറീസൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം.
വിത്ത് ലവ്, അലീന. ഗുഡ് നൈറ്റ്.